ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിയാരം സെന്ററിലെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനുള്ള സമരത്തിന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. 9 മീറ്ററോളം താഴ്ചയിലാണ് ദേശീയപാതയുടെ വികസനത്തിനായി കുഴിച്ചെടുത്തത്. മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ദേശീയപാത വികസനത്തിനായി വിഭജിച്ച് രണ്ടാക്കിയ പ്രദേശമാണ് പരിയാരം സെന്റർ. 9 മീറ്ററോളം താഴ്ചയിലാണ് ദേശീയപാതയുടെ വികസനത്തിനായി കുഴിച്ചെടുത്തത്. ഇതോടെ പ്രദേശവാസികളുടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. രണ്ട് ഭാഗങ്ങളിലായി പരിയാരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഭാഗമായ തൊണ്ടന്നൂരിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടവും പഞ്ചായത്ത് വയോജന കേന്ദ്രവും 10ഓളം ആരാധനാലയങ്ങളുമുണ്ട്. ഇവിടങ്ങളിലൊക്കെ എത്തിച്ചേരാൻ പരിയാരം സെന്ററിൽ മേൽപ്പാലം അത്യാവശ്യമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൂടാതെ ചപ്പാരപ്പടവ്, പരിയാരം ഭാഗങ്ങളിൽ നിന്ന് പഴയങ്ങാടി, ഏഴിമല റെയിൽവേ സ്റ്റേഷനിലേക്കും ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട മാടായിക്കാവിലേക്കും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന വഴിയാണ് പരിയാരം സെന്റർ ഓണപ്പറമ്പ് റൂട്ട്. എന്നാൽ പരിയാരം സെന്ററിനെ വിഭജിച്ചതോടെ മലയോര മേഖലയിലുള്ളവരടക്കം പ്രയാസത്തിലായിരിക്കുകയാണ്. രണ്ട് ഭാഗങ്ങളിലായി 5 സമുദായ ശ്മശാനങ്ങളുണ്ട്. ഇവിടങ്ങളിലേക്ക് എത്താൻ കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. അധികാരികളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടുണ്ടായില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിയാരം സെന്ററിൽ സമീപത്തുള്ള ജനങ്ങളേറെ പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പരിയാരം സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം 2 കരകളിലായി ഏതാണ്ട് 10ഓളം ക്ഷേത്രങ്ങളും അതുപോലെ പുതിയതായി പരിയാരം ഗവൺമെൻറ് ഹൈസ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടം തൊണ്ടന്നൂരിൽ, അതുപോലെ തന്നെയാണ് അവിടെയുള്ള വയോജന കേന്ദ്രം. ഇവിടെ ഈ പ്രദേശത്തുള്ള പ്രായമായ ആളുകൾ അവരുടെ പകൽ സമയം ചിലവഴിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വയോജന കേന്ദ്രം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റാതെ 2 പ്രദേശമായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ പരിയാരം സെൻറ്റർ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് 9 മീറ്ററോളം താഴ്ചയിലാണ് ഇപ്പോൾ ഇവിടെ ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. വാർഡ് മെമ്പർ PV സജീവനെ ആക്ഷൻ കമ്മിറ്റി ചെയർമാനായും EV ഗണേശനെ കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.